കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാലോവിൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പംകിൻ്റെ ഷേപ്പിലുള്ള ഒരു PCB ഉണ്ടാക്കിയായിരുന്നു അല്ലേ. നമ്മൾ അതിൻ്റെ സർക്യൂട്ട് വരച്ചതും PCB ഡിസൈൻ ചെയ്തതുമെല്ലാം Altium എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. നമ്മുടെ DIY പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള PCB ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PCB ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Altium. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ഒത്തിരി പേർ ചോദിച്ചായിരുന്നു Altium യൂസ് ചെയ്ത് PCB ഡിസൈൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം DIY പ്രോജക്റ്റിന് വേണ്ടിയിട്ട് Altium യൂസ് ചെയ്ത് സർക്യൂട്ട് വരച്ച് PCB ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് Altium Designer എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ വേർഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ Altium Designer ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മെയിനായിട്ട് രണ്ട് വിൻഡോസ് ഉണ്ട്. ഒന്ന് ദേ ഇവിടെ പ്രോജക്ട്സ് എന്ന് പറയുന്ന വിൻഡോയും പിന്നെ ദേ ഇപ്പുറത്തെ ഫയൽസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിൻഡോസും. ഓക്കെ, നമുക്കാദ്യം ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനാദ്യം ഫയലിൽ പോവുക, ന്യൂ പ്രോജക്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോജക്റ്റിനൊരു പേര് കൊടുക്കാം. തൽക്കാലത്തേക്ക് ഡെമോ പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ദേ ഇവിടെ കണ്ടില്ലേ പുതിയൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ആയത്. ഇനി ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോജക്റ്റിനകത്ത് വേറെ ഫയൽസ് ഒന്നുമില്ല. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് ഫയൽസാണ് ആഡ് ചെയ്യേണ്ടത്. ഒന്ന് സ്കീമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഫയൽ, രണ്ട് PCB ലേഔട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫയൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫയൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ന്യൂ ടു പ്രോജക്റ്റ് എടുക്കുക, സ്കീമാറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് സ്കീമാറ്റിക്സ് ഫയൽ. ഇപ്പോൾ ഈ ഒരു സ്കീമാറ്റിക്സ് ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് sheet1.sh ആണ്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫയലും കൂടെ വേണമല്ലേ, അവിടെ ആയിരിക്കും നമ്മൾ PCB ലേഔട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ ടു പ്രോജക്റ്റിൽ പോവുക, PCB സെലക്ട് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ ഒരു PCB ലേഔട്ടിന് വേണ്ടിയിട്ടുള്ള ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രോജക്റ്റിനകത്ത് രണ്ട് ഫയലുണ്ട്. കണ്ടില്ലേ, sheet1.sh അതുപോലെ PCB1.PCB. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ഈ ഓരോ ഫയൽസിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ കണ്ടില്ലേ 4 ടാബ്. ഇവിടെ നമുക്ക് ടാബ് സ്വിച്ച് ചെയ്ത് ഓരോ ഫയലിലോട്ട് പോകാവുന്നതാണ്. ഇവിടെ ഈ ഹോം പേജും എക്സ്റ്റൻഷൻസ് ആൻഡ് അപ്ഡേറ്റ്സും നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ഹോം പേജ് കൊടുക്കുക. അതുപോലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് എക്സ്റ്റൻഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള രണ്ട് ഫയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. അതിന് ആദ്യം sheet1.sh പോവുക. കണ്ടില്ലേ, ഇനി നമുക്ക് ആദ്യം കമ്പോണൻറ്റ്സ് പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ ഡെമോ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു സർക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒരു ബാറ്ററി, ഒരു സ്വിച്ച്, റെസിസ്റ്റർ, LED ഇത്രയും വെച്ചിട്ടൊരു സിമ്പിൾ സർക്യൂട്ട്. ആദ്യം നമുക്ക് കമ്പോണൻറ്റ്സ് പ്ലേസ് ചെയ്യാം. കമ്പോണൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു പ്ലേസ് പാർട്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ കമ്പോണൻറ്റ്സ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് കമ്പോണൻറ്റ്സ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓരോ കമ്പോണൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ താഴെ ആ ഒരു കമ്പോണൻറ്റിൻ്റെ സിമ്പലും അതുപോലെ അതിൻ്റെ ഫുട് പ്രിൻറ്റും കാണാൻ പറ്റും. നമ്മൾ കമ്പോണൻറ്റ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പോണൻറ്റിന് നീറ്റായിട്ടുള്ള നല്ലൊരു ഫുട് പ്രിൻ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നമുക്ക് PCB ലേഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു LED പ്ലേസ് ചെയ്യാം. സെർച്ച് ബാറിൽ നമ്മൾ LED എന്ന് സെർച്ച് ചെയ്യുക. LED എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള LED വരും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ എല്ലാ LEDക്കും ഫുട് പ്രിൻ്റ് കാണുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ചിലത് SMD LED ആയിരിക്കും, അതായത് സർഫസ് മൗണ്ട് LED. നമുക്ക് 1.5 mm LED ആണ് ആവശ്യം. അപ്പോൾ ഇത് സർഫസ് മൗണ്ട് LED അല്ല, നമ്മുടെ സാധാ LED ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് LED 1 ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മൗസ് പോയിൻ്റർ LEDയുടെ ആ സ്കീമാറ്റിക് സിമ്പിൾ പോലെയായി. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. കണ്ടില്ലേ, ഇനി അടുത്ത് നമുക്കിതുപോലെ ഒരു റെസിസ്റ്റർ പ്ലേസ് ചെയ്യാം. റെസിസ്റ്റർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെസിസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലേസ്. കണ്ടില്ലേ,
റെസിസ്റ്ററും പ്ലേസ് ആയി. ഇനി സ്വിച്ചും ബാറ്ററിയും. ഇനി നമുക്ക് വേണ്ടത് ബാറ്ററി വെക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി ഹോൾഡറാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് കോയിൻ സെല്ലാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഹോൾഡർ എന്ന് പറയുന്നത് കോയിൻ സെൽ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഉണ്ടോ എന്ന് നോക്കാം. കമ്പോണൻസിൽ പോയിട്ട് ബാറ്ററി എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഒരെണ്ണം വന്നായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഫുട് പ്രിൻറ്റ് നോക്കിയാൽ അറിയാം ഇത് ശരിക്കും ഒരു കോയിൻ സെൽ വെക്കാൻ പറ്റുന്ന ബാറ്ററി ഹോൾഡർ അല്ല. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ എൻട്രി മാത്രമേ ഉള്ളൂ അല്ലേ ബാറ്ററി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാറ്ററി ഹോൾഡർ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ലിങ്ക് ഉണ്ടില്ലായിരുന്നു, മാനുഫാക്ചറർ പാർട്ട് സെർച്ച് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പം വേറെ കുറേ കമ്പോണൻറ്റ്സ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ബാറ്ററി ഹോൾഡർ വന്നായിരുന്നു അല്ലേ. കണ്ടില്ലേ, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫുട് പ്രിൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല, കഴ്സർ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കമ്പോണൻറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. അതിന് വേണ്ടിയിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇനി നമുക്കിവിടെ ഇങ്ങനെ വെച്ച് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബട്ടണും കൂടെ വേണം അല്ലേ. അതിന് കമ്പോണൻസിൽ പോവുക, ബട്ടൺ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് മാനുഫാക്ചറർ പാർട്സിൽ പോവാം. ദേ കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വിച്ച് ഇതാണ്. ഇനി ഇതിന് ഫുട് പ്രിൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, വാലിഡ് ആയിട്ടുള്ളൊരു ഫുട് പ്രിൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ കമ്പോണൻസിനെല്ലാം പ്രോപ്പറായിട്ട് റൗട്ട് ചെയ്യണം അല്ലേ. അതായത് ഈ കമ്പോണൻസിനെ തമ്മിൽ കണക്ട് ചെയ്യണം. ആദ്യം നമുക്കിതിനെ ഒന്ന് സൂം ചെയ്യാം. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ക്യാൻവാസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് മൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് റൗട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. റൗട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു ബാറിൽ ഈ 2 ബ്ലൂ ലൈൻ കണ്ടില്ലായിരുന്നു, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വയർ ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴ്സർ ഇങ്ങനെയാവും. എന്നിട്ട് നമുക്ക് ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ക്ലിക്ക് ചെയ്ത്, കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഒരു വയർ പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ബാക്കിയും കണക്ട് ചെയ്യാം. കണ്ടില്ലേ, LED കണക്ഷൻ ആയി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻവാസിനകത്തുള്ള എല്ലാ കമ്പോണൻസിനും പ്രോപ്പറായിട്ടുള്ളൊരു ഡെസിഗ്നേഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ബാറ്ററിയുടെ കേസിൽ ഇവിടെ കണ്ടില്ലേ BT (?) നടക്കുന്നത്. നമുക്ക് അതിനെ മാറ്റി BT1 ആക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പോണൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും പ്രോപ്പർട്ടീസ് ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഡെസിഗ്നേറ്റർ എന്ന്, അത് BT (?) മാറ്റി BT1 ആക്കി എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ BT1 ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസിനും ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, R(?) മാറ്റി R1 ആക്കുക. അതുപോലെ ഇവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്യുക, D(?) മാറ്റി D1 ആക്കുക. അതുപോലെ ഇവിടെയും SW(?) മാറ്റി SW1 ആക്കുക. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് PCB ലേഔട്ട് ഉണ്ടാക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, PCB ലേഔട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫയൽ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പേര് കൊടുത്തിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്കീമാറ്റിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് PCB ലേഔട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് PCB ലേഔട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഒരു PCB ഫയൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, അത് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ കമ്പോണൻസും റൗട്ടിങ്ങും എല്ലാം ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡിസൈനിൽ പോവുക, അപ്ഡേറ്റ് PCB ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
ഇതിനകത്ത് നമ്മുടെ കമ്പോണൻസും റൗട്ടും എല്ലാം ആഡ് ചെയ്യും. ഇത് രണ്ടെണ്ണം ഓപ്ഷണലാണ്. ഓക്കെ, എന്നിട്ട് വാലിഡേറ്റ് ചേഞ്ചസ് കൊടുക്കുക, എന്നിട്ട് എക്സിക്യൂട്ട് ചേഞ്ചസ്, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കമ്പോണൻസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് പോർഷനാണ് PCB. ഓക്കെ, നമുക്ക് ഈ PCBയുടെ ഷേപ്പ് ഒന്ന് മാറ്റാം. ഇത്രയും വലിയൊരു PCB ആവശ്യമില്ലല്ലേ, ഇത്രയും കുറച്ച് കമ്പോണൻസ് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ഈ ഡ്രോയിങ് ടൂൾസ് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ അറ്റമുള്ള ടൂൾസ് കണ്ടില്ലായിരുന്നോ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇത്രയും മതി. എന്നിട്ട് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഡിസൈനിൽ പോവുക, ബോർഡ് ഷേപ്പിൽ പോവുക, എന്നിട്ട് ഡിഫൈൻ ബോർഡ് ഷേപ്പ് ഫ്രം സെലക്റ്റഡ് ഓബ്ജക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ PCBയുടെ ഷേപ്പ് കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈ കമ്പോണൻസിനെല്ലാം ഈ ഷേപ്പിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ആദ്യം സൂം ഇൻ ചെയ്യുക, എന്നിട്ട് ആദ്യം നമുക്ക് ഈ ബാറ്ററി എടുത്ത് മുകളിൽ വയ്ക്കാം, എന്നിട്ട് ഇവിടെ സ്വിച്ച് വയ്ക്കാം, LED, റെസിസ്റ്റർ. ഇനി ഇവിടെ നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ഇതൊരു PCB ആണെന്ന്. ഒരു PCBക്ക് ടോപ്പ് സൈഡും ഉണ്ട്, ബോട്ടം സൈഡും ഉണ്ടല്ലേ. നമ്മൾ ഈ കമ്പോണൻസ് വയ്ക്കുന്ന എല്ലാം ടോപ്പ് സൈഡിലാണോ ബോട്ടം സൈഡിലാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടിയിട്ട് സിംപ്ലി കമ്പോണൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ലെയർ ഏതാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ടോപ്പ് ലെയർ ആണല്ലേ. അതുപോലെ ഇതും ടോപ്പ് ലെയർ ആണ്, ഇതും ടോപ്പ് ലെയർ ആണ്, ഇതും ടോപ്പ് ലെയർ ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിനെ ബോട്ടം ലെയറിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ സിംപ്ലി ആ ഒരു കമ്പോണൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെയറിൽ പോയിട്ട് ബോട്ടം ലെയർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുന്നത്, കാരണം ഇതിപ്പോൾ ബോട്ടം ലെയറിലാണ്. നമുക്ക് ഇത് ബോട്ടം ലെയറിലല്ല വേണ്ടത്, ടോപ്പ് ലെയറിലാണ് വേണ്ടത്. സോ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബോട്ടം ലെയർ മാറ്റി ടോപ്പ് ലെയർ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് റൗട്ടിങ്ങും കൂടെ ബാക്കിയുള്ളൂ. റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ടൂൾ കണ്ടായിരുന്നോ, ഈ കാണുന്നതൊക്കെയാണ് റൗട്ടിംഗ് ടൂൾസ്. അതിൽ ഇൻട്രാക്റ്റീവ് റൗട്ടിംഗ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ടെർമിനലിൽ പോയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മുടെ അടുത്ത ടെർമിനലിൽ കൊണ്ടെത്തിക്കുക. കണ്ടില്ലേ, ആ റൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ടെർമിനലിൽ നിന്ന് ഈ ടെർമിനലിൽ എത്തിക്കുക. അതുപോലെ ഈ ടെർമിനലിൽ നിന്ന് റെസിസ്റ്ററിൻ്റെ ഈ ഒരു ടെർമിനലിൽ എത്തിക്കുക. എന്നിട്ട് റെസിസ്റ്ററിൻ്റെ ടെർമിനൽ ബിയിൽ നിന്ന് ഇവിടെ കൊണ്ടെത്തിക്കുക. ഓക്കെ, റൗട്ടിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ ഒരു ടൂൾ കണ്ടില്ലായിരുന്നോ, പ്ലേസ് സ്ട്രിങ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്യുക, എന്നിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസിനകത്ത് ഇവിടെ ടെക്സ്റ്റ് വരും. അവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് കൊടുക്കാം, എൻ്റർ അടിക്കുക. കണ്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തിപ്പോൾ ചില കമ്പോണൻസിന് 3D മോഡൽ അവൈലബിൾ ആണ്. 3D മോഡൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസിനെയും വെച്ചിട്ട് നമുക്ക് ഈ PCBയുടെ ഒരു 3D മോഡൽ കാണാൻ പറ്റും. അതിന് നമ്മുടെ കീബോർഡിലെ ബട്ടൺ 3 പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ PCBയുടെ 3D മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം LEDയും റെസിസ്റ്ററും 3D ആയിട്ട് കാണിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസിനും 3D മോഡൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇത് മാത്രം 3D ആയിട്ട് കാണിക്കാതെ ബാക്കി എല്ലാ കമ്പോണൻസും 3D ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ Altium വെച്ചിട്ട് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള PCB ലേഔട്ട് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.